വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിലെ സിനഡിന് മുൻപ് രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീമതി ഇന്ദുലേഖ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഇന്ദുലേഖ, സിറോ മലബാർ സഭയിൽ വത്തിക്കാന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആദ്യമായി തന്നെ ആലഞ്ചേരിയെ ഇവിടെ രാജിവെക്കണമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു? സഭാ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ നാടകം വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തകർത്താടുന്നുണ്ട്. അതായത് ഇത്രയും വലിയ ഒരു ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള അലിഗേഷൻസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയും സഭയുടെ തന്നെ ആഭ്യന്തര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരാവുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു നമുക്കറിയാം കുർബാന തർക്കം എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലണം എന്നുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ രാജി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഭൂമി കുംഭകോണം പോലെയുള്ള ഇഷ്യൂകള് മൺമറിഞ്ഞു പോവുകയാണ്, ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൊത്തത്തിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കുർബാന തർക്കം മാത്രം മുമ്പോട്ട് വരുമ്പോൾ വിശ്വാസികളായ ജനങ്ങള് സഭയുടെ, അതായത് ബേസിക്കലി പറഞ്ഞാൽ സഭയിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള വിശ്വാസികളുടെ നേർച്ചപ്പണം ഇത്തരത്തിലുള്ള കുംഭകോണങ്ങളിൽ പെട്ടു പോകാതിരിക്കുന്നതും കൂടി വിശ്വാസികൾ ശ്രദ്ധ ചെലുത്തണം. കാരണം വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രോവേഴ്സി ആയിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ പറയുന്നത് ഒരു വലിയൊരു കാര്യമായി കാണുകയും അതോടൊപ്പം തന്നെ ഭൂമി കുംഭകോണത്തിന്റെ സമയത്ത് വത്തിക്കാൻ ആക്ഷൻ എടുക്കാതിരിക്കുകയൊക്കെ കാണുന്നത് എനിക്കിതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാടകമായിട്ട് തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും നാടകം ഇത് കണ്ടു രസിക്കാൻ രസമുണ്ട്. ഇതെല്ലാം കഴിയട്ടെ. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാതലായ തീരുമാനങ്ങൾ വത്തിക്കാൻ എടുക്കുമോ എന്നുള്ളത്. അഡ്വക്കേറ്റ് ഇന്ദുലേഖ, അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആദായനികുതി പ്രശ്നങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ വരെ എത്തിയിരുന്നു. ഇത് ഇപ്പോഴത്തെ നീക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിന്റെ പേരുള്ള രാജി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലുള്ള മറ്റുള്ള അലിഗേഷൻസ്, അതായത് സാമ്പത്തികമായുള്ള ഇഷ്യൂകളിൽ, സാമ്പത്തികമായിട്ടുള്ള കോൺട്രോവേഴ്സികളിലെ തർക്കങ്ങളിലുള്ള അലിഗേഷൻസുമായി ബന്ധപ്പെട്ടാണ് ഈ രാജി ആവശ്യപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്തേനെ, സർവാത്മന സ്വാഗതം ചെയ്തേനെ. പക്ഷെ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് അത് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റി സഭയുടെ വത്തിക്കാൻ എന്ന് പറയുന്ന സഭയുടെ ഏറ്റവും പരമോന്നതമായ അധികാര കേന്ദ്രം അതിനെപ്പറ്റി സൈലന്റ് ആകുകയും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇങ്ങനെ ഇടപെടുകയും ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ രാജിയെ ഞാൻ അത്ര ഇതായിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് സമർത്ഥിക്കാനുള്ളത്. ഇനി സഭയിൽ ഉണ്ടാകാനിടയുള്ള ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതികരിക്കാമോ വിഷയത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം ഏത് വശത്തേക്കാണ് തിരിഞ്ഞാണ് കുർബാന ചെല്ലേണ്ടത് എന്നതിന്റെ ബേസിസിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നടക്കുകയാണ്. അപ്പോൾ ദൈവം സർവ്വജാതിയാണ്. ഇതൊക്കെ പറഞ്ഞ് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ സാധാരണക്കാരായ കുഞ്ഞാടുകൾ ഇത്തരത്തിലുള്ള ഈ ഗൂഢാലോചനയുടെ വലയിൽ വീഴരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുപോയിട്ട് കാതലായ പ്രശ്നങ്ങളിൽ നിന്നും വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കുക എന്ന ഉദ്ദേശമാണ് ഇരുപക്ഷത്തിനും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവായി കാതലായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി വിശ്വാസികൾ ഒന്നു ചേർന്ന് നമ്മുടെ സഭയുടെ സ്വത്ത് സംരക്ഷിക്കണം, അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഊന്നി പറയുവാനുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബിവെയർ ആയിട്ടിരിക്കുക എന്നത് മാത്രമേ എനിക്ക് ഈ അവസ്ഥയെ പറയാനുള്ളൂ. നന്ദി അഡ്വക്കേറ്റ് ഇന്ദുലേഖ. സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട് വത്തിക്കാൻ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിലെ സിനഡിന് മുൻപ് രാജിവെക്കണമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുധാകർ പ്രസാദ് ചേരുന്നുണ്ട്. സുധാകർ പ്രസാദ്, ഇനി സഭയിൽ ഉണ്ടാകാൻ